നിങ്ങളിപ്പം കണ്ടതൊരു മാർക്കറ്റിൽ സാധനങ്ങൾക്ക് വിലപേശുന്ന ആക്രോശിക്കുന്ന യുവതീനെയല്ല. കലിംഗ IIT KIITയിലെ ഒരു ടീച്ചർ അവിടുത്തെ നേപ്പാളി വിദ്യാർത്ഥിനികളെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോസാണ്. ഒന്നും കൂടി കണ്ടു നോക്കി നിങ്ങളത്. അതെന്തിനാ ഭീഷണിപ്പെടുന്ന അറിയാം? അവിടെ പഠിക്കുന്ന ഒരു നേപ്പാളി പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് അല്ലാതെ കൊലപാതകമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടികൾ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. ആ പ്രൊട്ടസ്റ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്. ആ പെൺകുട്ടികൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ആ മരണപ്പെട്ട പെൺകുട്ടി UPയിലെ ഒരു പ്രമുഖനായ BJP നേതാവിന്റെ മകനുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആ പ്രണയത്തിൽ നിന്ന് ആ പെൺകുട്ടി പിന്മാറി. ആ ടോക്സിക് ആയിരുന്ന ആ ചെക്കൻ്റെ കയ്യിൽ ഇവർ തമ്മിലുള്ള കുറച്ച് വീഡിയോസ് കയ്യിലുണ്ട്. ആ വീഡിയോസ് കാണിച്ച് ആ പെൺകുട്ടിനെ പിന്നെയും സെക്ഷുവലി ഹരാസ് ചെയ്യാൻ തുടങ്ങി. ഈ പെൺകുട്ടി ആ മാനേജ്മെന്റിന് പരാതി കൊടുത്തു. പരാതിന്റെ മുകളിൽ യാതൊരു നടപടി എടുത്തില്ല. പരാതി കൊടുത്ത രണ്ടാമത്തെ ദിവസമാണ് ഈ പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. അതിൽ വൻ ദുരൂഹത ഉണ്ട് എന്നാണ് ഈ പെൺകുട്ടികൾ പറയുന്നത്. അതിന്റെ പ്രൊട്ടസ്റ്റാണ്. ഇവർ ഇത്രമാത്രം പേടിക്കണമെങ്കിൽ ആ സംഭവത്തിൽ എന്തോ ഒരു കാര്യം ഉണ്ടാവൂലേ? ഇത് മാത്രമല്ല, നേപ്പാളിൽ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് വെച്ചിട്ട് വാച്ച്മാൻമാർ അടിച്ചോടിക്കുന്ന വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ കാണും. എന്താ അവസ്ഥ? നമ്മൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വേറൊരു വിദേശ രാജ്യത്ത് നിന്ന് ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം വേദനിക്കും. ആ ടീച്ചർ പറഞ്ഞു വെച്ചാൽ 40,000 നേപ്പാളി കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. എന്ത് ഫ്രീ ആയിട്ട്? അവർ കൃത്യമായി ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഫീസ് കൊടുത്തിട്ട് ഇവിടെ വരുന്നത്, ഭക്ഷണത്തിൻ്റെ അടക്കം, റൂമിൻ്റെ അടക്കം. എന്നിട്ട് ആ ഇമാര് ഡയലോഗ് അടയ്ക്കുന്നു. എന്നിട്ട് ആ ടീച്ചർ വന്നിട്ട് ഒരു മാപ്പപേക്ഷ. ടീച്ചർക്ക് 2 ടീച്ചർമാർക്ക് ചെറിയൊരു സസ്പെൻഷൻ പേരിന് മാത്രം. പിന്നെ ഈ മർദ്ദിച്ചു എന്ന് പറയുന്ന വാച്ച്മാൻമാർക്കും ചെറിയ സസ്പെൻഷൻ. അതെല്ലാം തിരിച്ചെടുക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മളെ അയൽവക്കത്തുള്ള നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം നേപ്പാളാണ്. നേപ്പാളിൻ്റെ അവസ്ഥ ഇതിപ്പോൾ നേപ്പാളുകാർ നമ്മളായിട്ട് ശത്രുതയാവും. നേപ്പാളിലെ പ്രധാനമന്ത്രി ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും ഈ മാപ്പപേക്ഷയും ഈ സസ്പെൻഷനും വന്നേ. ഇത്രമാത്രം ഇവർ ഈ ഇഷ്യൂനെ ഭയക്കണമെങ്കിൽ ആ BJP നേതാവിൻ്റെ മകൻ ഈ മരണമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഇവർ ഇത്രമാത്രം പേടിക്കണം. അല്ലെങ്കിൽ ഒരു FIR ഇട്ട് അന്വേഷണം നടത്തിയാൽ പോരെ, അല്ലെങ്കിൽ ആ കുട്ടീനെ ആ വിദ്യാർത്ഥിനെ സസ്പെൻഷൻ ചെയ്താൽ പോരെ. ഇത്രമാത്രം ആക്രമണം. എന്നിട്ട് ഈ നേപ്പാളി കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപിടിയെന്ന്. അവരെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഭക്ഷണത്തിൻ്റെ പൈസ ഇല്ല, വേണം കയറി പോയിക്കോന്ന് പറയുന്നു. ലാസ്റ്റ് നേപ്പാളി പ്രധാനമന്ത്രി ഇടപെട്ടതിന് ശേഷം കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ആദ്യം കുട്ടികളെ. പക്ഷെ കുട്ടികൾ പറയുന്നത് ഈ ഇഷ്യൂലൊരു തീരുമാനം ആകുന്നവരെ നമ്മൾ പഠിക്കൂല എന്നാണ് പറയുന്നത്. ഇത്രമാത്രം നമ്മളെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇനി നേപ്പാളുമായിട്ട് ശത്രുതയാകുകയെന്ന്. ആകെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം നേപ്പാൾ, അവരുമായിട്ട് ഇനി ശത്രുതയാകാൻ നിൽക്കുകയെന്ന്. ഇതൊന്നും നമ്മളെ നാട്ടിലെ ചാനലൊന്നും കാണില്ല കേട്ടോ. നിങ്ങൾ ഈ ഇഷ്യൂവിൻ്റെ ശരിക്കും വാർത്ത കേൾക്കണമെങ്കിൽ നിങ്ങൾ KIIT ഇഷ്യൂ, കലിംഗ IIT ഇഷ്യൂ ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതിലും ക്ലിയർ ആയിട്ട് നല്ല നട്ടലുള്ള യൂട്യൂബേഴ്സ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാനലുകാരെല്ലാം വളരെ കുറവാണ് യൂട്യൂബേഴ്സ്. നമ്മൾ ഈ കേരളത്തിലെ ചാനൽ അറിയുന്ന പേക്കിലൊന്നും പോലും, അവരും അവീതത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ വീഡിയോ അതെല്ലാം ഒന്ന് ശരിക്കും ഒന്ന് കണ്ടു നോക്ക്. എത്രമാത്രം ഭീകരമായ അവസ്ഥയിൽ നമ്മൾ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്.